നമുക്കൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിരാശയിലേക്കല്ല പോണ്ടത്, യേശുവിലേക്കാണ് പോണ്ടത്. അപ്പോൾ അവൻ നമ്മളെ സുഖപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്, യേശുവിലേക്ക് വരിക, പ്രത്യാശയുള്ളവരാവുക. യേശുവിൽ പ്രത്യാശയുള്ളവരായതുകൊണ്ടാണ് അവരെല്ലാം രോഗികളൊക്കെ യേശുവിൻ്റെ അരികിലേക്ക് പോയത്. നമുക്കും യേശുവിൽ പ്രത്യാശയുള്ളവരാകാം. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യമായിട്ട് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളതാണ്. പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നത്. ഈ പ്രത്യാശ നമുക്ക് ലഭിക്കണമെങ്കിൽ ഫെയ്ത്തും ചാരിറ്റിയും ഉണ്ടാകണം. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി, ദൈവിക പുണ്യങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ്. ഈ വിശ്വാസം നമ്മിൽ ഉളവാക്കാൻ, വിശ്വാസത്തിൽ നമ്മെ വളർത്താനായിട്ടാണ് ഈശോ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. കുരുടന് കാഴ്ച കൊടുത്തു, ബധിരന് കേൾവിശക്തി നൽകി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, അപ്പം വർദ്ധിപ്പിച്ചു, വെള്ളത്തിനു മീതെ നടന്നു, രോഗികളെ സുഖപ്പെടുത്തി, ബാലികയ്ക്ക് ജീവൻ നൽകി, യുവാവിനെ ഉയർപ്പിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു. ഉത്തിതനായ ഈശോ തിബേരിയസ് കടൽ തീരത്ത് ഇതാ വലിയ അത്ഭുത മീൻപിടുത്തത്തിന് അവസരമൊരുക്കി. ഈ അത്ഭുതങ്ങളൊക്കെ ഫെയ്ത്ത് വളർത്താൻ വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിൽ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ജൂബിലി വർഷത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ അത്ഭുതങ്ങൾ വായിച്ച് പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും. അതിന് സഹായകമായിട്ട് നമുക്ക് ഈ 37 യേശുവിൻ്റെ അത്ഭുതങ്ങളിലൂടെയും ക്രമാനുഗതമായിട്ട് നടന്നു നീങ്ങാം 4 എപ്പിസോഡുകളിലൂടെ. ഈശോ പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതമാണ് കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം. ഈശോയും ശിഷ്യന്മാരും കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. മാതാവും അവിടെ ഉണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് തികയാതെ വന്നു. മാതാവ് വന്ന് ഈശോയോട് ആവശ്യപ്പെട്ടപ്പോൾ ഈശോ ആദ്യം ഒന്ന് വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും ഈശോ പരിചാരകരോട് പറയുന്നു, 6 കൽഭരണികളിൽ വേഗം വെള്ളം കോരി നിറയ്ക്കുക. വെള്ളം കോരി നിറച്ചു. എന്നിട്ട് ഈശോ അത് വിതരണം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഈ പച്ചവെള്ളമൊക്കെ മുന്തിരിച്ചാറായി മാറിക്കഴിഞ്ഞു. അത് വലിയൊരു അത്ഭുതമാണ്. വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് വിതരണം ചെയ്യുമ്പോൾ അതെല്ലാം മുന്തിരിച്ചാറായി മാറുക. ഈ വലിയ അത്ഭുതം ഈശോ പ്രവർത്തിച്ചു. ഈ അത്ഭുതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത മാതാവ് തരുന്ന ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത ഈശോ തരുന്ന ചിന്തയാണ്. മാതാവ് തരുന്ന ചിന്ത എന്താണെന്നറിയാവോ? മാതാവിന് എന്ത് കാര്യം വല്ലവരുടെ വീട്ടിലെ കല്യാണത്തിന് വീഞ്ഞ് തികയാതെ വന്നാൽ? പക്ഷെ അങ്ങനെയല്ല മാതാവ് ചിന്തിച്ചത്. മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് അതിലിടപെട്ട് അത് തീർക്കാനായിട്ട് പരിശ്രമിക്കുന്ന മനോഭാവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മാതാവ് കാനായിലെ ഈ കല്യാണ വിരുന്നിൽ നമുക്ക് നൽകുക. മാതാവിന് എന്ത് പ്രകാരമുണ്ട്? അവിടുത്തെ വീഞ്ഞ് തികയാതെ അത് കുടുംബനാഥൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല. ആ കുടുംബനാഥന് വേറെ ആൾക്കൊരു പ്രയാസം വരുമ്പോൾ അത് എൻ്റെ പ്രശ്നമായിട്ട് കണ്ടു മാതാവ്. വേഗം ഈശോയുടെ അടുത്ത് പോയി പറഞ്ഞു, ഒന്ന് ശരിയാക്കി കൊടുക്ക്, അവിടെ വീഞ്ഞില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കാനുള്ള മനോഭാവം, അത് എൻ്റെ വിഷമമായിട്ട് മാറണം. അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എൻ്റെ വിഷമമായിട്ട് മാറണം. ഞാൻ അതിനെ പരമാവധി അത് തീർക്കാനായിട്ട് ഞാൻ സഹായിക്കുന്ന മനോഭാവത്തിലേക്ക് വരണം. അതാണ് മാതാവ് ഈ കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം വഴിയായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശമെന്നാണ് ഞാൻ നോക്കിക്കാണുക. രണ്ടാമതായിട്ട് ഈശോ തരുന്നൊരു സന്ദേശമുണ്ട്. അതെന്താണെന്നറിയാവോ? ഈ അത്ഭുതത്തെക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ മനോഭാവം. 6 യഹൂദന്മാർ ശുദ്ധീകരണത്തിനായിട്ട് വെള്ളം നിറച്ച് വെക്കാറുള്ള 6 കൽഭരണികളാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത്. അവരുടെ നിയമാനുഷ്ഠാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കൽഭരണികളാണ്. അവിടെ പരസ്നേഹത്തിൻ്റെ വീഞ്ഞാക്കി മാറ്റിയതിന്, നിയമത്തിൻ്റെ വെള്ളം
പരസ്നേഹത്തിൻ്റെ വീഞ്ഞാക്കി മാറ്റുന്ന ഈശോ. ഹി റീപ്ലേസ്ഡ് ലോ വിത്ത് ലവ്. കണ്ടോ, നിയമത്തെ സ്നേഹം കൊണ്ട് മാറ്റിമറിക്കുന്ന ഈശോയുടെ മനോഭാവം. നമ്മളൊക്കെ നിയമത്തെ പിടിച്ചു നിൽക്കുകയാണ്. നിയമം, നീ അത് ചെയ്തോ, നീ അത് ചെയ്യേണ്ടതല്ലേ, എപ്പോഴും നിയമമാണ് നമ്മുടെ കയ്യിൽ. ഈശോ നിയമത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റം, അതാണ് ഈശോയുടെ ഈ അത്ഭുതത്തിലുള്ള മനോഭാവമായിട്ട് ഞാൻ നോക്കി കാണുക. നിയമത്തെ സ്നേഹം കൊണ്ട് മാറ്റിമറിക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ കുടുംബങ്ങളിൽ വളരെയേറെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഈ രണ്ട് ചിന്തകൾ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒന്ന്, മാതാവിൻ്റെ മനോഭാവം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. ശമയോനെ പോലെ കുരിശ് വഹിക്കാൻ മറ്റുള്ളവർ സഹായിക്കുന്ന ശമയോനില്ലേ, ഈശോയെ സഹായിച്ച ശമയോനില്ലേ, ആ മനോഭാവം. മാതാവ് ചെയ്ത രീതിയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാനും അതിൽ ഇടപെടാനും അവർ സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ മനോഭാവം. ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടി യഹൂദന്മാർ വെള്ളം നിറച്ചു വയ്ക്കുന്ന കൽഭരണികളിൽ അതേ വെള്ളം തന്നെ നിറയ്ക്കുക, എന്നിട്ട് അത് വീഞ്ഞാക്കി മാറ്റുക. റീപ്ലേസ് ലോ വിത്ത് ലവ്. ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതമാണ് രാജ്യസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. രാജ്യസേവകൻ ഈശോയുടെ അരികിൽ വന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ മകൻ മരിക്കാറായി കിടക്കുകയാണ്, നീ ഒന്ന് വേഗം എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ മകനെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ആൾ മരിച്ചു പോകും. ഈശോ എന്താ പറഞ്ഞെന്നറിയാവോ? നീ പൊക്കോ, ഞാൻ വരില്ല, നിന്റെ മകൻ സുഖം പെട്ടോളും. സാധാരണഗതിയിൽ സ്വന്തം മകനാണല്ലോ മരിക്കാൻ പോണേ. അയ്യോ ഈശോയെ അങ്ങനെ പറയില്ല, എൻ്റെ ഒന്ന് വാ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആള്. പക്ഷേ ആ രാജ്യസേവകൻ ഈശോ പറഞ്ഞപ്പോൾ നീ പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. തിരുവചന ഭാഗത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പോകും വഴി അവിടെ ചെന്ന് മനസ്സിലാക്കുന്നു, ഇതാ മകൻ സുഖപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഈശോ പറഞ്ഞില്ലേ അവിടെ, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കുന്നു. ആ പറഞ്ഞ കറക്റ്റ് ടൈമിലാണ് മകൻ സുഖപ്പെട്ടിരിക്കുന്നത്. നോക്ക്, വിശ്വാസമുണ്ടെങ്കിൽ, എന്താണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതം തന്നെ മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ, മല മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ വളരെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമില്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാത്തത്. ഈശോയുടെ വചനത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം നടന്നിരിക്കുമെന്ന് രാജ്യസേവകന്റെ മകനെ സുഖപ്പെടുത്തിയ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉറച്ചു വിശ്വസിക്കുക, ഫെയ്ത്ത്, സ്ട്രോങ് ഫെയ്ത്ത്. യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനത്തിൽ ആ രാജ്യസേവകൻ ഉറച്ചു വിശ്വസിച്ചു. ആ നിമിഷം അവിടെ ആസന്ന മരണനായ മരിക്കാൻ പോണ മകൻ സുഖപ്പെട്ടു. ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വലിയ അത്ഭുതമാണ്. യു ഷുഡ് ഹാവ് സ്ട്രോങ് ഫെയ്ത്ത്. ഈശോ പ്രവർത്തിച്ച മൂന്നാമത്തെ അത്ഭുതമാണ് പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഈശോ പിശാചു ബാധിതനായ വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മിണ്ടരുത്, അവനെ വിട്ടു പോവുക. ഉടനെ ആ പിശാചു ബാധിതനെ തള്ളിയിട്ടിട്ട് പിശാച് അവനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. നോക്ക്, വചനത്തിൻ്റെ ശക്തി. മിണ്ടരുത്, അവനെ വിട്ട് പോവുക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ പിശാചു ബാധിതനെ തള്ളി താഴെയിട്ട് അവനിൽ നിന്നും വിട്ടുപോകുന്നു. ഇവിടെ വീണ്ടും വചനത്തിൻ്റെ ശക്തിയിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ചിന്തിക്കുക, ഈ വചനം കർത്താവ് നമ്മോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നമ്മുടെ നാവിൽ നിന്നും
പൈശാചികമായ വാക്കുകളോ മറ്റൊക്കെ വരുമ്പോൾ മിണ്ടരുത്, ഇവനെ വിട്ടു പോവുക, ഇവളെ വിട്ടു പോവുക. പരസ്നേഹത്തിന് വിരുദ്ധമായ വാക്കുകൾ നമ്മിൽ നിന്ന് വരുമ്പോഴൊക്കെ ഈശോ മൗനമായ ഭാഷയിൽ പറയുന്നുണ്ട്, സാത്താനെ ഇവളെ വിട്ടു പോവുക, ഇവനെ വിട്ടു പോവുക. പൈശാചികമായതൊന്നും നമ്മിൽ ഉളവാകാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണമെന്നുകൂടി ഈ അത്ഭുതത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങൾ പങ്കുവെക്കുകയാണ്. അതുപോലെ രണ്ട് കാര്യം, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുക. എന്ത് തിന്മയുടെ ശക്തിയെയും ആട്ടിപ്പായിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അവൻ ശക്തനാണ്. വചനം പറയുന്ന അവൻ്റെ കീർത്തി നാടെങ്ങും പരന്നു. നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അവൻ്റെ കീർത്തി, അവൻ്റെ വചനത്തിൻ്റെ ശക്തി. We take it for granted. No, we should have strong conviction in the strength of the word of God. പൈശാചികമായ എല്ലാം, everything that is diabolic, everything that is against love, that has to be removed from our life. സ്നേഹത്തിന് വിരുദ്ധമായ വാക്കുകൾ വരുമ്പോൾ ഈശോ പറയുന്ന വചനം നമ്മൾ കേൾക്കണം. മിണ്ടരുത്, അവനെ വിട്ടു പോവുക, അവളെ വിട്ടു പോവുക. എന്നോടും പറയുന്നു, കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ. അതുകൊണ്ട് ഈ അത്ഭുതം ഈശോ പ്രവർത്തിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം. അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളെ നമ്മിൽ നിന്നും ആട്ടിപ്പായിക്കുന്നവനാണ് കർത്താവ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഈശോ പ്രവർത്തിച്ച നാലാമത്തെ അത്ഭുതമാണ് ശിമയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിലാണ് കാണാൻ സാധിക്കുക. ശിമയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടക്കുകയാണ്. അവിടെ ആളുകൾ ഈശോയോട് പറഞ്ഞു, ഒന്ന് സുഖപ്പെടുത്ത്, നല്ല പനി പിടിച്ച് കിടക്കുകയാണ്. ഈശോ വന്ന് ശിമയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. രോഗശാന്തി നൽകുന്ന ഈശോ. ഞാൻ ഈ ഈശോയുടെ അത്ഭുതം ചിന്തിക്കുന്ന അവസരത്തിൽ ഈ തിരുവചന ഭാഗത്തെ അവസാനത്തെ ഒരു വാക്ക് കൂടി ഞാൻ പ്രത്യേകം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പനി അവളെ വിട്ടുമാറി. ഈശോയുടെ സാമീപ്യവും സ്പർശനം ഏൽക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറുന്നു. അടുത്ത വാക്ക് കൂടി ശ്രദ്ധിച്ചോ, അവൾ അവരെ ശുശ്രൂഷിച്ചു. പനി വിട്ടുമാറി, അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നുകൂടി തിരുവചനം പറയുന്നുണ്ട്. പനി വിട്ടുമാറുന്ന എന്തിനെന്നറിയാവോ? രോഗങ്ങൾ മാറുന്ന എന്തിനെന്നറിയാവോ? ആരോഗ്യം വീണ്ടെടുക്കുന്ന എന്തിനെന്നറിയാവോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ. ഈശോ ആരോഗ്യം തരുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പനിയായിട്ട് ഇങ്ങനെ കെടുക്കായിരുന്നു വയ്യാതെ, ആ വയ്യായെ മാറ്റി കൊടുത്തു. അപ്പോൾ പിന്നെയും കെടുക്കല്ല, പിന്നെ എന്തിനാ? അവരെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനി വിട്ടുമാറ്റി കൊടുത്തത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഈശോ നമുക്ക് ആരോഗ്യം തരുമ്പോൾ ചുമ്മാ അലസമായി ഇരിക്കാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ. ആ ഒരു ചിന്ത ഉൾക്കൊള്ളണം. ശിമയോൻ്റെ അമ്മായിയമ്മ പനി വിട്ടുമാറിയപ്പോൾ ഉടനെ തന്നെ അവരെ ശുശ്രൂഷിച്ചെന്ന് തിരുവചനത്തിൽ എടുത്തെഴുതിയിരിക്കുന്നു. ദൈവം ആരോഗ്യം തരുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഈശോ പ്രവർത്തിച്ച 5-ാമത്തെ അത്ഭുതമാണ് രോഗികളെ സുഖപ്പെടുത്തിയതും പിശാചുക്കളെ പുറത്താക്കിയതും. ഈശോ ഉണ്ടെന്ന് കേട്ടപ്പോൾ അനേകം രോഗികളും പിശാച് ബാധിതരൊക്കെ അവിടേക്ക് വന്നു. അവൻ അവരുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം നൽകി. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, പിശാചുക്കളെ പുറത്താക്കുന്ന യേശുവിനെ വീണ്ടും നമ്മൾ കാണുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗാവസ്ഥയിൽ നിരാശപ്പെട്ടിരിക്കുകയല്ല അവർ ചെയ്ത്. ഇത് മാറുമോ ഇല്ല അറിയത്തില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ല ചെയ്ത്. അവർ ഈശോയുടെ അരികിലേക്ക് വന്നു. നമുക്കൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിരാശയിലേക്കല്ല പോണ്ടത്, യേശുവിലേക്കാണ് പോണ്ടത്. അപ്പോൾ അവൻ നമ്മളെ സുഖപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടരുത്, യേശുവിലേക്ക് വരിക, പ്രത്യാശയുള്ളവരാവുക. യേശുവിൽ പ്രത്യാശയുള്ളവരായതുകൊണ്ടാണ് അവരെല്ലാ രോഗികളൊക്കെ യേശുവിടെ അരികിലേക്ക് പോയത്. നമുക്കും
യേശുവിൽ പ്രത്യാശയുള്ളവരാകാം. ഈശോ പ്രവർത്തിച്ച ആറാമത്തെ അത്ഭുതമാണ് അത്ഭുതകരമായ മീൻപിടുത്തം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. രാത്രി മുഴുവൻ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ നോക്കി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ശിമയോനോട് ആഴത്തിലേക്ക് ഇറക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. സ്വാഭാവികമായിട്ട് ശിമയോൻ ഈശോയോട് പറഞ്ഞു, രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, സാരമില്ല, എന്നാൽ നീ പറഞ്ഞ പോലെ ഞങ്ങൾ വലയിറക്കുന്നു എന്ന് പറഞ്ഞ് വലയിറക്കി. വല കീറിപ്പോകുവോളം അത്രയും നിറയെ മത്സ്യങ്ങൾ കിട്ടിയവർക്ക്. കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ അത്ഭുതകരമായ മീൻപിടുത്തം. മാനുഷിക കഴിവുകളിൽ ആശ്രയിച്ച് രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒന്നും നടക്കില്ല. നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചേൻ വല കീറിപ്പോകുവോളം മത്സ്യങ്ങൾ ലഭിച്ചെന്ന് പറയുന്നത് കുറച്ചൊന്നല്ല. ഈ ഒരു ചിന്ത ശക്തമായിട്ട് നമ്മിൽ ഉണ്ടാകണം. ഞാൻ എൻ്റെ കഴിവിൽ ഒരിക്കലും ആശ്രയിക്കരുത്. കോപ്പറേറ്റ് വിത്ത് ജീസസ്. ഏത് കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവമേ നിൻ്റെ പ്ലാനും പദ്ധതി എന്താണ്, നീ എവിടെയാണ്, എന്ത് ചെയ്യാൻ എന്നോട് പറയുന്നത്, ഞാൻ ചെയ്യാൻ റെഡിയാണ്, നിൻ്റെ വചനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. ആ ഒരു വില്ലിങ്നെസ് വന്നാൽ, അതിനനുസരിച്ചുള്ള ആക്ഷൻ വന്നാൽ, there will be fruits. അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാവർത്തികമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ. ആദ്യം തോന്നുന്നത് എന്താ കാര്യം, ഇത് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചിന്ത വരും. കാര്യം രാത്രി മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല, പിന്നെയാണ് ഇങ്ങനെ പറഞ്ഞ ഒരു വചനം പറഞ്ഞ് അതിന് ചെയ്താൽ നടക്കുമെന്നൊക്കെ തോന്നും. ആ തോന്നൽ മാറ്റി വെച്ചിട്ട് പറഞ്ഞ മാതിരി വചനം അനുസരിച്ച് പ്രവർത്തിച്ചോ, തീർച്ചയായിട്ടും ഫലം ലഭിക്കുമെന്ന് തിരുവചനം പറയുന്നു. തന്നെയല്ല, ഈ തിരുവചന ഭാഗത്ത് അവസാന ഭാഗത്ത് കാണുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മീൻപിടുത്തമല്ല, മീൻപിടുത്തമൊക്കെ ഓക്കെ സന്തോഷമുണ്ട്, നിങ്ങൾക്ക് മീൻ കിട്ടിയപ്പോൾ. അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് മനുഷ്യപിടുത്തം. മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിന്നെ മാർപ്പാപ്പയാക്കാൻ പോവാണ്. ഈശോയുടെ ഉള്ളിലുണ്ട്. ശിമയോനെ മാർപ്പാപ്പയാക്കാൻ പോകണമെന്നുള്ളത് ഈശോയുടെ ഉള്ളിലുണ്ട്. ആ സഭ നിറയെ മീന് പകരം മനുഷ്യരെ നിറയ്ക്കാനുള്ള യേശുവിൻ്റെ പ്ലാനും പദ്ധതികളൊക്കെ ഈശോയുടെ മനസ്സിലുണ്ടാവും. അപ്പം നമുക്ക് യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ച് മാനവ മക്കളെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വലിയ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണമായി മാറാനായിട്ട് ഓരോ വ്യക്തികൾക്ക് സാധിക്കണം. ഈശോ പ്രവർത്തിച്ച 7-ാമത്തെ അത്ഭുതമാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ഈശോ ഇതാ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഈശോ ആ കുഷ്ഠരോഗിയെ തൊട്ടു, അവൻ്റെ കുഷ്ഠം അവന് വിട്ടുമാറി എന്ന് പറയുന്നു. എന്തിനാ ഈശോ തൊടുന്നേ? അവിടെ രാജ്യസേവകൻ്റെ മകനോടൊക്കെ, മകനെ സുഖപ്പെടുത്തിയതൊക്കെ നീ പൊക്കോ, നിന്റെ മകൻ സുഖപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചില്ലേ? ഇവിടെ ഈശോ കുഷ്ഠരോഗിയെ തൊടുന്നു. ഞാൻ ചിന്തിക്കുക, ഈ കുഷ്ഠരോഗിയെ ആണെന്ന് കേട്ടാൽ അറപ്പോടെ വെറുപ്പോടെ ആളുകൾ അകന്നു പോകുന്ന കാലഘട്ടമായിരുന്നു അന്ന്. ആ അറപ്പും വെറുപ്പും കൂടാതെ കുഷ്ഠരോഗിയെ തൊടുന്ന ഈശോ, ദാറ്റ് ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക്ക്. യേശുവിൻ്റെ ആ ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക്ക് ഞാനത് അങ്ങനെ നോക്കിക്കാണാം. യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി. തുടർന്ന് അവനെ സുഖപ്പെടുത്താം. മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഈശോയ്ക്ക് അവൻ സുഖപ്പെട്ടു പോയേനെ, നീക്ക് സുഖപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി, സുഖപ്പെട്ടു പോയേനെ. ഇല്ല, ഈശോ അവനെ തൊട്ടു. ദാറ്റ് പേഴ്സണൽ ടച്ച്, ഹീലിംഗ് ടച്ച്.
നമുക്ക് എപ്പോഴും മറ്റുള്ളവരോട് ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണിത്. ലവ് ആൻഡ് കൺസേൺ. വെറുപ്പും അറപ്പും പാടില്ല. എത്ര വലിയ രോഗിയാണെങ്കിലും, എത്ര തിന്മയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അറപ്പും വെറുപ്പും വേണ്ട. സ്നേഹവും പരിഗണനയാണ് വേണ്ടത്. ഈശോ കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം കൂടി നമ്മൾ ഇതിൽ കാണണമെന്നാണ് ഞാൻ ചിന്തിക്കുക, അത്ഭുതം പ്രവർത്തിക്കുന്ന അവസരത്തിൽ. അതോടൊപ്പം തന്നെ വചനത്തിൻ്റെ ശക്തി, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു, രോഗം മാറി. അത് വലിയൊരു കാര്യം തന്നെ. അതിനൊക്കെ ഉപരി ഈശോ അവനെ തൊട്ട് സുഖപ്പെടുത്തി. ആ തൊടലിന് ഞാൻ ഊന്നൽ കൊടുക്കുകയാണ്, ഹീലിംഗ് ടച്ച്. ഈശോ പ്രവർത്തിച്ച 8ാമത്തെ അത്ഭുതമാണ് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഈശോയുടെ അരികിലേക്ക് ശതാധിപൻ കുറച്ച് യഹൂദ പ്രമാണികളെ അയച്ചു, തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ ഈശോയോട് പറയാനായിട്ട്. അവരൊന്ന് ഈശോയോട് പറഞ്ഞു, നമുക്കൊക്കെ വേണ്ടിയിട്ട് സിനഗോഗൊക്കെ പണിയിച്ചെന്ന ആളാ, ഒന്ന് മൈൻഡ് ചെയ്യണം, ആ ഭൃത്തിനെ സുഖപ്പെടുത്തി കൊടുക്കണം. ഈശോ പറഞ്ഞു, ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഈ ശതാധിപൻ ഭൃത്യന്മാരയച്ചു വേറെ. ഈശോയോട് എന്ത് പറയാനാണെന്നറിയാവോ? വരണ്ട, എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യം സുഖപ്പെട്ടുകൊള്ളുന്നു. എന്തൊരു വിശ്വാസമാണ് ആ ശതാധിപൻ്റെ. എങ്ങനെയും എൻ്റെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്താൻ പറയുന്നതിന് പകരം, നീ വീട്ടിലേക്ക് വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടോളും. ഈശോ പറയുന്ന വചനം ശ്രദ്ധിക്കുന്ന നല്ലതാ. ഈശോ പറയുന്നുണ്ട് അവരോട്, എന്താ പറയുന്നറിയാവോ? എൻ്റെ പോലെ ഇസ്രായേൽ പുല്ലിൽ പോലും ഞാൻ ഇങ്ങനത്തെ വിശ്വാസം കണ്ടിട്ടില്ല. അത്ര ഫെയ്ത്ത് ആണല്ലോ ഈ ശതാധിപനെന്നാണ് ഈശോ പ്രതികരിച്ചത്. അവൻ്റെ ഭൃത്യന് സുഖപ്പെടുകയും ചെയ്തു. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ക്രൈസ്തവരാണ്, നമ്മുടെ ഭയങ്കര സ്ട്രോങ് ഫെയ്ത്താണ്, ഞങ്ങളൊക്കെ തലമുറയായിട്ട് ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ ഭയങ്കര ശക്തമായ വിശ്വാസം തെറ്റിദ്ധരിക്കേണ്ട. ചിലപ്പോൾ നമ്മളെക്കാളും സ്ട്രോങ് ഫെയ്ത്തുള്ള അക്രൈസ്തവരുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ. ഈശോ പറയുന്നു, ആ വിശ്വാസത്തിൻ്റെ ആഴം ക്രിസ്ത്യാനി എന്നുള്ള പേരോട് മാത്രം ആവില്ല, നിൻ്റെ ഉള്ളിരിപ്പ് എന്താണ്. അതുപോലെ തന്നെ ഞാൻ അയോഗ്യനാണെന്നുള്ള ആറ്റിറ്റ്യൂഡ്, ശതാധിപൻ്റെ ആ മനോഭാവം നോക്കിയാൽ, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരല്ലേ, അതിനുള്ള യോഗ്യത എനിക്കില്ല. നമ്മളൊക്കെ പെർഫെക്റ്റാന്ന് വിചാരിച്ച് നടക്കുന്ന എല്ലാവരും, നമ്മിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മൾ അയോഗ്യരാണെന്ന് എളിമയോടെ ഏറ്റു പറയുമ്പോഴാണ് കർത്താവ് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കുക കൂടുതലായിട്ട്. അപ്പം എൻ്റെ അയോഗ്യത ഞാൻ ഏറ്റുപറയുകയും കർത്താവിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തിയ അത്ഭുതം നമ്മെ ഓർപ്പിക്കുന്നു. ഈശോ പ്രവർത്തിച്ച 9ാമത്തെ അത്ഭുതമാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഈശോയുടെ ചുറ്റും വലിയ ആൾക്കൂട്ടമാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാർ വേറെ മാർഗമില്ല ഈശോയുടെ അടുത്ത് എത്തിക്കാനായിട്ട്. വീടിൻ്റെ മുകളിൽ കയറി, പുരമുകളിൽ കയറി ബോർഡ് പൊളിച്ച് അവിടുന്ന് കട്ടിലോടെ താഴത്തേക്ക് ഇറക്കുകയാണ് ഈശോയുടെ മുമ്പിലേക്ക് ഈ തളർവാദ രോഗിയെ. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന തളർവാദ രോഗി കിടക്കയിൽ ഇറങ്ങി വരുന്ന താഴേക്ക്. ഈ തളർവാദ രോഗിയോട് ഈശോ പറയുന്നത്, നിന്റെ തളർവാദ രോഗം മാറട്ടെ എന്നല്ല ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ യഹൂദ പ്രമാണികളൊക്കെ പിറുപിറുത്തു, എന്ത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു? ഇവനാരാ അധികാരം കൊടുത്തിരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കാനായിട്ട്? ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ സാധിക്കത്തുള്ളൂ. അവർ പിറുപിറുത്തു. ഉടനെ ഈശോ പറഞ്ഞു, ഏതാ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? പാപങ്ങൾ ക്ഷമിക്കലാണോ തളർവാത്ത രോഗം മാറ്റലാണോ? എനിക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഈശോ എന്ത് ചെയ്യുന്നറിയാവോ?
തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടന്നു പോടാന്ന് പറഞ്ഞു. ഉടനെ തളർവാദ രോഗി താൻ കിടന്നിരുന്ന കിടക്കയെടുത്ത് അവർ മുമ്പിൽ നടന്നാൽ പോയി. അവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ, രണ്ട് കാര്യങ്ങൾ ഈശോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒന്ന്, രോഗശാന്തി നൽകാൻ സാധിക്കുന്ന ശക്തനായ ദൈവപുത്രനാണ് താനെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. രണ്ട്, പാപം മോചിക്കാൻ അധികാരമുള്ളവനാണ് താനെന്ന് സത്യം വെളിപ്പെടുത്തി കൊടുത്തു. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഈശോയ്ക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്, ഈശോയ്ക്ക് രോഗം മാറ്റാനുള്ള അധികാരമുണ്ട്. ഇത് രണ്ടും ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ വലിയ അത്ഭുതത്തിലൂടെ. ഈശോ പ്രവർത്തിച്ച 10ാമത്തെ അത്ഭുതമാണ് കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. നോക്ക്, വലത് കൈ ശോഷിച്ച ഒരാള് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുകയാണ് ഈശോ വന്നപ്പോൾ. ഇന്ന് സാബത്താണല്ലോ, ഈ സാബത്ത് നിയമം ലംഘിച്ചുകൊണ്ട് ഈശോവിനെ സുഖപ്പെടുത്തോ ഇല്ലയോ, മനസ്സിൽ ചോദ്യചിഹ്നവുമായിട്ട് ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. ഈശോയ്ക്ക് എല്ലാവരുടെയും മനസ്സറിയാലോ. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ, ഇവനെ വിളിച്ചു, ഡാ നീ എഴുന്നേറ്റ് വന്നേ, ഇവിടെ വന്ന് നിൽക്ക്. അവൻ നടുവിൽ വന്ന് നിന്നു, വലത്ത് കൈ ശോഷിച്ചവൻ. എന്നിട്ട് ഈശോ പറഞ്ഞു, അവർ ചോദിക്കുകയാണ്, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ നല്ലത്? നന്മ ചെയ്യാവോ? ആരൊന്നും മിണ്ടുന്നില്ല. ഈശോ വലത്ത് കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി സാപത്തിൽ. ഉടനെ മറ്റുള്ളവരൊക്കെ ദേഷ്യം പൂണ്ടു, നിയമം ലംഘിച്ചു, നിയമം ലംഘിച്ചു. ഈ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഈശോ വലിയൊരു കാര്യം പഠിപ്പിക്കുകയാണ്. രോഗശാന്തി നൽകിയത് വലിയ അത്ഭുതം തന്നെ, അതോടൊപ്പം തന്നെ നന്മ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവരുടെ ആ മനോഭാവത്തെ ഈശോ നിശിതമായിട്ട് വിമർശിക്കുകയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തത്. നമ്മൾ എവിടെ നോക്കിയാലും കാണാനുള്ള ആൾക്കാർ, നന്മ ചെയ്യുന്നതിന് എപ്പോഴും പാരപണിയുന്ന ആൾക്കാർ, തടസ്സം നിൽക്കുന്നവർ, അവർ നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കിക്കൊണ്ട് നന്മ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കും. നമ്മൾ ഒരിക്കലും അത്തരക്കാരാകരുതെന്ന് ഈ അത്ഭുതം വഴിയായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. കാര്യം സാപത്താണ്, നിയമമൊക്കെ ഉണ്ട്. പക്ഷേ നിയമത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊരു വലത്ത് കൈ ശോഷിച്ച ഒരാൾ, അവനൊരു നന്മ ചെയ്യുന്നതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നന്മ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം, എപ്പോഴും നന്മ പറയാനുള്ള നാവുണ്ടാകണം. വലിയൊരു കാര്യം അത്. എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുക, കുറ്റം പറയുക, നോ, അത് യേശുവിൻ്റെ മാർഗമല്ല, യേശുവിൻ്റെ പാതയല്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നന്മ കാണാനായിട്ടും എന്തിലും നന്മ കാണാനുള്ള ആ ഒരു മനോഭാവത്തിന് ഉടമകളായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ഈ വലിയ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ 10 അത്ഭുതങ്ങളെക്കുറിച്ച് ഇങ്ങനെ കാണുകയായിരുന്നു. ഈശോ പ്രവർത്തിച്ച 37 അത്ഭുതങ്ങളിൽ ആദ്യത്തെ 10 അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനിയുള്ള ബാക്കിയുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാനായിട്ട് അവസരമുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.